ശ്രീ PDT ആചാര്യ ചേരുന്നുണ്ട്. സാർ, ഇവിടെ അതായത് നമുക്കറിയാം ബില്ല് എങ്ങനെയാണ് ഇവർ പാസ്സാക്കുന്നത്, അതിലുള്ള കേന്ദ്ര സർക്കാരിന്റെ ഉദ്ദേശങ്ങൾ അറിയാം. സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് പോലും വിടാതെ ഇങ്ങനെ ഒരു ബില്ല് പാസ്സാക്കുന്നതിലുള്ള സാധ്യതകൾ മാത്രവുമല്ല, ഇതിനി എങ്ങനെ നടപ്പാക്കുമെന്നാണ്, സംസ്ഥാനങ്ങൾക്ക് ഇനി എത്രത്തോളം ബാധ്യത വരുമെന്നാണ്. ഇതിപ്പോ ഈ ബില്ല് ഇത്രയും ധൃതി വെച്ച് പാസ്സാക്കുക എന്ന് പറയുന്നത് സാധാരണ പാർലമെന്ററി സിസ്റ്റത്തിൽ അത് പതിവില്ലാത്തൊരു കാര്യമാണ്. കാരണം അങ്ങനെയുള്ള ബില്ലുകൾ പ്രത്യേകിച്ച് സ്റ്റേറ്റിന്റെ കാര്യങ്ങളോട് ഉൾപ്പെടുന്നതായതുകൊണ്ട് സ്റ്റേറ്റിന്റെ ഷെയർ ഇതിനകത്തൊക്കെ ഉണ്ട് എന്നുള്ളത് കൊണ്ടും സ്റ്റേറ്റിലാണ് നടപ്പിലാക്കേണ്ടതെന്നുള്ളത് കൊണ്ടും ഈ കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ ഒരു ഡീറ്റെയിൽഡായ ഡിസ്കഷൻ വെക്കേണ്ടതാണ് പാർലമെന്ററി കമ്മിറ്റിയിൽ. അത് വെക്കാതിരുന്ന് ഇത്രയും പെട്ടെന്ന് വളരെ ഹേസ്റ്റ് ആൻഡ് ഹറി ആയിട്ട് ഈ ബില്ല് പാസ്സാക്കുക എന്ന് പറയുന്നത് ശരിയല്ല. അതുകൊണ്ട് തന്നെ ഇതില് പല ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള പല ഫാക്ടേഴ്സും ഉണ്ട്. മഹാത്മാഗാന്ധിയുടെ പേര് മാറ്റി എന്നുള്ളത് മാത്രമല്ല, ആ ഒരു സ്കീം കംപ്ലീറ്റ്ലി ഒരു റദ്ദ് ചെയ്തിരിക്കുന്നു. ആ ടോട്ടലി റിപ്പീറ്റ് ചെയ്തിരിക്കുന്നു. ആ മഹാത്മാ പക്ഷേ ഇവർ പറയുന്ന പേര് മാറ്റലല്ല, ഇത് മറ്റൊരു പദ്ധതി തന്നെയാണ് എന്നാണല്ലോ കേന്ദ്രത്തിന്റെ വാദം. മറ്റൊരു പദ്ധതിയായിട്ട് തന്നെ അവതരിപ്പിക്കുന്നു എന്നുള്ള രീതിയിലാണ് കേന്ദ്രം അതിനെ ന്യായീകരിക്കുന്നത്. മറ്റൊരു പദ്ധതിയായിട്ടാണ് അത് തികച്ചും ഡിഫറന്റ് ആയ ഒരു പദ്ധതിയാണ്. അത് ഡിഫറന്റ് പർപ്പസിന് വേണ്ടിയാണ്. കാരണം ഇതിലെന്താ പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേന്ദ്ര ഗവൺമെന്റിന് കുറെ കൂടെ കൺട്രോള് വരുന്ന ഒരു രീതി ആണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. കാരണം അവരാണ് ചൂസ് ചെയ്യുന്നത്. ഒരു ജനകീയ സ്വഭാവം കൂടി മാറും അല്ലേ പദ്ധതിയെ സംബന്ധിച്ച്. അവരാണ് സെൻട്രൽ ഗവൺമെന്റ് ചൂസ് ചെയ്യുന്നുള്ളതാണ്. മനസ്സിലായില്ലേ? അപ്പോ പിന്നെ സ്റ്റേറ്റ് ഗവൺമെന്റുകൾ ഭയങ്കരമായ ബാധ്യത അടിച്ചേൽപ്പിക്കുന്ന ഒരു സ്കീമാണ്. അവര് സ്റ്റേറ്റ് ഗവൺമെന്റുകൾ അവരുടെ ഷെയർ കൊടുക്കാൻ താമസിക്കുക അല്ലെങ്കിൽ കൊടുക്കുന്നില്ലെങ്കിൽ ഈ കേന്ദ്രത്തിൽ നിന്നും പൈസ ഒന്നും കിട്ടുകയില്ല. അപ്പൊ ആ സ്കീം തന്നെ അവിടെ നിന്നു പോകുന്ന ഒരവസ്ഥ വരാൻ സാധ്യതയുണ്ട്. അതാണ് ഞാൻ ചോദിക്കാനിരുന്നത്. അതായത് ഇതിപ്പോ സ്വാഭാവികമായിട്ട് ഇപ്പൊ കേരളത്തിനെ സംബന്ധിച്ച് ഇപ്പോൾ എല്ലാ രീതിയിലും വലിയ ബുദ്ധിമുട്ടിലാണ് സാമ്പത്തികമായിട്ട്. കേന്ദ്രവും പല ഫണ്ടുകളും തടഞ്ഞു വെക്കുന്നുണ്ട്. കേരളത്തിന് അവിടെയൊക്കെ കോംപ്രമൈസ് ചെയ്യേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാവുന്നുണ്ടെങ്കിൽ പോലും, വിദ്യാഭ്യാസ രംഗത്ത് പോലും നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ മാസമൊക്കെ. അപ്പം അങ്ങനെയുണ്ടെങ്കിൽ പോലും ഇത് വാങ്ങിയെടുക്കുക, ഇല്ലെങ്കിൽ അധിക ഭാരം വരുന്നതിനെ അതെങ്ങനെ മാനേജ് ചെയ്യാനാകും? ഇത് ഉപേക്ഷിക്കേണ്ടതിലേക്ക് സ്റ്റേറ്റുകൾ വരുമോ എന്നുള്ളതാണ്. അല്ല, അത് എന്താണെന്ന് ചോദിച്ചാല് അവരുടെ ഒരു ആത്യന്തിക ലക്ഷ്യം എനിക്ക് തോന്നുന്നത് ഇങ്ങനൊരു സ്കീം തന്നെ വേണ്ട എന്നുള്ളതായിരിക്കാം ഒരുപക്ഷെ. കാരണം ഇത് അങ്ങനെ നിലച്ചു പോകാൻ സാധ്യതയുണ്ട്. കേന്ദ്ര സംസ്ഥാനങ്ങള് ബുദ്ധിമുട്ടുള്ള സംസ്ഥാനങ്ങൾ പലതുമുണ്ട്. ആ സംസ്ഥാനങ്ങളിലൊക്കെ അവർക്ക് ഈ 40% ഷെയർ എടുക്കുക എന്ന് പറയുന്ന അത് ബുദ്ധിമുട്ടാണ്. കാരണം ഓരോ ബജറ്റിലും അത് പ്രൊവൈഡ് ചെയ്തോണമെന്നാണ്. അത് എങ്കിൽ മാത്രമേ ഇവർ ഈ പൈസ റിലീസ് ചെയ്യുള്ളൂ. അപ്പൊ ആ രീതിയിൽ വന്നു കഴിഞ്ഞാൽ പല സംസ്ഥാനങ്ങൾക്കും ഇത് പറ്റാതെ വരും. അങ്ങനെ വരുമ്പോ ഈ സ്കീം അവിടെ ഉണ്ടാവത്തില്ല. അങ്ങനെയാണ്. അങ്ങനെ ഇതങ്ങ് നിന്നുപോകും. അങ്ങനെ ഒരുപക്ഷെ അങ്ങനെ നിലച്ചു പോകണം എന്നുള്ളത് കൊണ്ടായിരിക്കാം അങ്ങനെ ഈ ഒരു സ്കീമുമായിട്ട് അവർ വന്നിരിക്കുന്നത്. അല്ലെങ്കിൽ ഇതിനകത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ, മാർജിനലായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അതിന്റെ അമെന്റ്മെന്റ് കൊണ്ടുവന്ന് കുറെ കൂടെ ടൈറ്റൻ ചെയ്യാമായിരുന്നു. മഹാത്മാഗാന്ധിയുടെ കൃത്യമായ പ്ലാനിങ്ങോടെയാണ് നീക്കം കേന്ദ്രത്തിന്റേത്. അതാണ് മനസ്സിലാക്കേണ്ടത് അല്ലേ? അതെ. താങ്ക് യു ശ്രീ PDT ആചാര്യ പ്രതികരിച്ചതിന്. അദ്ദേഹം പറഞ്ഞതുപോലെ അത് അവസാനം വലിയ ബാധ്യതയിലേക്ക് എത്തുമ്പോൾ അത് സംസ്ഥാനങ്ങൾ അതിൽ നിന്ന് പിന്മാറുക, ഇല്ലെങ്കിൽ അത് നടപ്പാക്കുന്നതിൽ പ്രതിസന്ധി വരിക, അതില്ലാതായി പോവുക പദ്ധതി എന്നൊക്കെയുള്ളതിലേക്ക് കാര്യങ്ങൾ കടക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ആ ബില്ല് ലോക്സഭ പാസാക്കിയിരിക്കുന്നത്.